ധാരാളം തൊഴിലവസരങ്ങളുള്ള സഹകരണ മേഖല. നിരവധി തൊഴിലവസരങ്ങളാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം അടുത്ത ദിവസങ്ങളിലായിട്ടും CSEBയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷൻസും വന്ന് ഇനിയും വരാനിരിക്കുന്നു. കേരള PSCയുടെ നോട്ടിഫിക്കേഷൻസ് ആൾറെഡി ഒരുപാട് തസ്തികകളിലേക്ക് കോപ്പറേറ്റ് സെക്ടറിൽ ഒരുപാട് തസ്തികകളിലേക്ക് ആൾറെഡി വിളിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കോപ്പറേറ്റീവ് ടെക് കോർപ്പറേഷൻ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള MCQ ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാഹചര്യമാണുള്ളത്. കോപ്പറേറ്റീവ് ടെക്കിൻ്റെ MCQ ക്വസ്റ്റ്യനുകളിലേക്കും അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും സ്വാഗതം. നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള പഠിതാക്കളിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഈസ് നോൺ ബൈ ദി sobriquet dash was formed in the beginning of 1961 for the weavers in the cooperative sector of Kerala. ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യനിൽ തന്നെ 2-3 ആൻസറുകളും ഉണ്ട്. 1961 ആരംഭിച്ച വീവേഴ്സിന് വേണ്ടിയിട്ട് ആരംഭിച്ച വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടി ആരംഭിച്ച കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ സബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര്. അതിൻ്റെ മറ്റൊരു പേര് ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ അതിൻ്റെ ശരിയായ ആൻസർ ബി ഓപ്ഷനാണ്, ഹാൻടെക്സ് ആണ്. TEXT ഇല്ല, ഹാൻടെക്സ് എന്നുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. ടെക്സ് ടി ഇല്ല, TEX മാത്രമേ ഉള്ളൂ. ഹാൻടെക്സിൻ്റെ മറ്റൊരു പേരാണ് KSHWCS ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അതിൻ്റെ ഒരു ട്രേഡ് നെയിമായിട്ട് പറയാവുന്ന ഒരു പേരാണ് ഹാൻടെക്സ്. രണ്ടും ഒന്ന് തന്നെയാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന KSHWCS ലിമിറ്റഡ് അതിൻ്റെ ട്രേഡ് നെയിമാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഹാൻടെക്സ് എന്നുള്ളത്. ഹാൻടെക്സ് നിലവിൽ വരുന്നത് KSHWCS ലിമിറ്റഡ് നിലവിൽ വരുന്നത് 3 സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ്, കൂട്ടി യോജിപ്പിച്ചിട്ടാണ്. ആ 3 സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, 1 കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി ഓഫ് മലബാർ ഏരിയ, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് കേരളയ്ക്ക് വേണ്ടിയുള്ള കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി ഓഫ് മലബാർ ഏരിയ 1. മറ്റൊന്ന് കൊച്ചിൻ സെൻട്രൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ കേരളയ്ക്കുള്ള കൊച്ചിൻ സെൻട്രൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റ് സൊസൈറ്റി 2. മൂന്നാമത്തെ സെൻട്രൽ സൊസൈറ്റി ശ്രീമൂലം സെൻട്രൽ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന സൗത്ത് കേരളയ്ക്കുള്ള 3ാമത്തെ ശ്രീമൂലം സെൻട്രൽ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവ 3ഉം യോജിപ്പിച്ചിട്ടാണ്, അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഹാൻടെക്സ് എന്ന KSHWCS രൂപം കൊള്ളുന്നത്. അതും ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടാണ് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 1961 ഹാൻടെക്സ് രൂപം കൊള്ളുന്നത്. ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്, അത് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് ഓഫ് കയർ ആൻഡ് കയർ പ്രൊഡക്ട്സ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദി ടാസ്ക് ഓഫ് മാർക്കറ്റിംഗ് ദി പ്രൊഡക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് കയർ ആൻഡ് കയർ പ്രൊഡക്ട്സ്, അത്തരം സൊസൈറ്റികളുടെ അപ്പെക്സ് ഫെഡറേഷൻ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇവിടെ അതിൻ്റെ ശരിയായ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് കയർ ഫെഡ് എന്നും അറിയപ്പെടാറുണ്ട്. 1979 കയർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പ്രൈമറി കോപ്പറേറ്റ്
പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു അപ്പെക്സ് ഫെഡറേഷൻ കൂടിയാണ് ഈ കയർ ഫെഡ് എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൂടിയാണ്. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൂടെയാണ് കയർ ഫെഡ് എന്ന് പറയുന്നത്. കയർ ഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. എന്നാൽ കയർ ബോർഡ് ഉണ്ട്, രണ്ടും പലപ്പോഴും മാറിപ്പോവാറുണ്ട്. കയർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. കയർ ഫെഡ് കേരള സ്റ്റേറ്റിൻ്റെ ആണ്. കയർ ഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. കയർ ബോർഡിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അത് ഇനി മാറിപ്പോവാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദി novel schemes of Government of Kerala like distress purchase scheme, fiber subsidy scheme, price fluctuation fund, purchase price stabilization scheme, etc. ഈ എണ്ണി പറഞ്ഞ സ്കീമുകളൊക്കെ, അഡ്വാൻസ് സ്കീമുകളൊക്കെ ഏതിൻ്റെതെന്നാണ് ചോദിച്ചത്, ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ചോദിച്ചത്. ഇവിടെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസർ കയർ ഫെഡ് തന്നെയാണ്. കയർ ഫെഡിൻ്റെ സ്കീമുകളാണ് ഡിസ്ട്രസ് പർച്ചേസ് സ്കീം, ഫൈബർ സബ്സിഡി സ്കീം. ഇതാണ് കോഡ്. ഫൈബർ കയറുമായി ബന്ധപ്പെട്ടാണല്ലോ ഫൈബർ സബ്സിഡി സ്കീം. കാരണം മിക്ക സ്കീമുകളും പല സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറഞ്ഞ സ്കീമുകളെല്ലാം കയർ ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കയർ ഫെഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൊക്കോ ഫെഡ്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട് ആൻഡ് ഡീപ് സ്ലീപ്പ് ആർ ദി ബ്രാൻഡ് നെയിംസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ്. മുകളിൽ പറഞ്ഞ ബ്രാൻഡ് നെയിമുകൾ ആരുടേത് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസറും കയർ ഫെഡ് തന്നെയാണ്. കയർ ഫെഡിൻ്റെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ ഓരോന്നിൻ്റെയും ബ്രാൻഡ് നെയിമുകളാണ്. ആ പേരിൽ തന്നെ ആ പ്രൊഡക്റ്റ് എന്ത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യഫെഡ് റെഫേഴ്സ് ടു. മത്സ്യഫെഡ് എന്ത് എന്ന് ഫിഷറീസ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഫിഷറീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ശരിക്കുള്ള പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്നാണ്. അതും ഈ 4 ഓപ്ഷനിൽ ഈ 4 വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നാൽ തന്നെ അത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് തന്നെ പഠിച്ച് വെക്കേണ്ടതുണ്ട്. ഇത് ഒരു അപ്പെക്സ് ഫെഡറേഷനാണ്. ഈ കേരളത്തിലുള്ള പ്രൈമറി ഫിഷർമെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 654 കേരളം മൊത്തം സ്പ്രെഡായി കിടക്കുന്നു. അവയുടെ അപ്പെക്സ് ഫെഡറേഷൻ കൂടിയാണ് മത്സ്യഫെഡ്. 1984 19th മാർച്ചിലാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.